ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് വന്നിരിക്കുന്ന 88 പോർട്ടൽ നിങ്ങൾക്ക് എന്തുമാത്രം എഫക്റ്റീവാണ് ആവാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു 88 പോർട്ടലിൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാൻ. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഭയങ്കര ഭാരമായിട്ടുള്ളതായിട്ട് തോന്നി നിങ്ങൾക്ക് ജൂലൈ മന്ത് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു മന്ത് വേറെ ഇല്ല. അത്രമാത്രം ഭാരമാണ് നിങ്ങൾ ജൂലൈ മന്ത് അനുഭവിച്ചത്. അതായത് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അതായത് പുറമേ ഒരു ഡോറ് ഇട്ടടച്ചിരിക്കുന്ന നിങ്ങൾ 4 ചുറ്റും ഒരു ചുമര്, അത് ഡോറ് അടഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വഴിയും കിട്ടുന്നില്ല, ഒരു പ്രശ്നത്തിന് ഒരു വഴിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നറിയാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അവസ്ഥ. അതായത് പല രാത്രികളിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഇത് എന്നെ ആലോചിച്ച് ഇങ്ങനെ കിടക്കും, രാത്രി ഉറക്കമില്ല. എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നുള്ള രീതിയിൽ. അതായത് 88 പോർട്ടൽ എങ്ങനെയെന്ന് വെച്ചാൽ, പരിവർത്തനത്തിൻ്റെ ആ ഒരു എനർജി വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാപ്പിനെസ്, സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഗുഡ് ന്യൂസ് വരണം, ചില നല്ല പരിവർത്തനങ്ങൾ ഉണ്ടാവണം, ഇതെല്ലാം ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് മുന്നേ എന്ത് മുറിവാണോ ലഭിച്ചത്, ആ മുറിവിലൊരു എന്താ പറയുക, മുറിവിൽ ആരെങ്കിലും മരുന്ന് കെട്ടി വയ്ക്കത്തില്ല, അതേപോലെ ഒരു മരുന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ സന്തോഷത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ 88 പോർട്ടൽ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിൻ്റെ ശാന്തി, സമാധാനം, പരിവർത്തനം, ഇതെല്ലാം 88 പോർട്ടൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. ഇവിടെ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയാണ് കണ്ടത്. അതായത് ഭയങ്കരമായിട്ട് 7th ആ ഒരു എനർജി ആയിരുന്നു കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതായത് ഏപ്രിൽ മന്തിന് ശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ടും 7th ആ ഒരു എനർജി കൂടുതലായിട്ട് കാണാൻ സാധിച്ചിരുന്നു. അതായത് 77, 777 ഇങ്ങനെ. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പോൾ 55ൻ്റെ എനർജി, 66ൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, ദൈവം ഇനി എന്താണ് എൻ്റെ ലൈഫിൽ അങ്ങ് കാണിക്കാൻ പോകുന്നത് എന്ന്. ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മുന്നേ നിങ്ങൾ എന്ത് സ്ഥിതിയാണോ ഫേസ് ചെയ്തത്, അത് നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിച്ച ആ വ്യക്തിക്ക് അതേ സെയിം സിറ്റുവേഷൻ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മുന്നേ നിങ്ങൾ ദുഃഖം അനുഭവിച്ചു, ഇനി നിങ്ങൾക്ക് സുഖത്തിൻ്റെ ഊഴമാണ്. നിങ്ങൾക്ക് ദുഃഖം തന്ന വ്യക്തിക്ക് സുഖത്തിൻ്റെ ഊഴം മാറി ദുഃഖത്തിൻ്റെ ഊഴമാണ്. ഇവിടെ മുന്നേ നിങ്ങൾക്ക് എന്താണോ നഷ്ടമായത്, ഇനി നിങ്ങൾക്കത് ലഭിക്കാൻ പോവുകയാണ്. അതായത് പ്രാപ്തമാകുന്ന ആ ഒരു ഊർജ്ജമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേ സുഖം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോൾ ദൈവം സുഖം തരുവാൻ പോവുകയാണ്. ഇവിടെ ലൈഫിൽ നിന്ന് ഒത്തിരി ടെൻഷൻസ് നിങ്ങൾക്ക് മാറിപ്പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലൈഫ് നിങ്ങൾക്ക് എല്ലാം സ്വയം തരുവാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ 88 പോർട്ടലിന് ശേഷം 99 പോർട്ടലിലേക്കാണ് നിങ്ങളിനി പോകാൻ പോകുന്നത്. അതിനുള്ളിൽ ഒത്തിരി മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി, അതായത് എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നോക്കുമ്പോൾ വീണ്ടും സ്ഥിതികൾ മോശമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം ദൈവം ഉറപ്പായിട്ടും ഉണ്ടാക്കും. അതായത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഒന്ന് നേരെയാക്കി വരുമ്പോഴായിരിക്കും വീണ്ടും വേറെ ഏതെങ്കിലും സ്ഥിതി മോശമാവുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരിക, അങ്ങനൊരു സമയമാണ്. 77 എനർജിയിൽ നിങ്ങളുടെ ആത്മാവിനെ പോലും തൊട്ട് ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അത്രമാത്രം ഒരു ചേഞ്ചസ് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഉണ്ടായിട്ടുണ്ട് 77 പോർട്ടലിൽ. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ തന്നെ പറയും, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന്. ഇനി അങ്ങോട്ടുള്ള ആ ഓരോ പോർട്ടൽ കഴിയുമ്പോഴും നിങ്ങൾ പറയും. ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ലഭിക്കും. അതായത് ഇനി ഞാൻ അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, എന്താണോ ആഗ്രഹിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസും നിങ്ങളുടെ കൺട്രോളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതായിട്ട് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവറിൽ വരുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് സ്വയം റെസ്പെക്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഹസ്ബൻഡിനെ വൈഫാണെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അതായത് നമ്മൾ സ്വയം നമ്മളെ റെസ്പെക്റ്റ് ചെയ്താലേ ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇവിടെ ചില സമയം നമ്മൾ നമ്മുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ബൗണ്ടറി സെറ്റാക്കി വെക്കണം എപ്പോഴും. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് ആരെയും വരാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് നല്ല ഒരു മറുപടി നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു എനർജി നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം നിങ്ങൾക്ക്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കാതിരുന്നാൽ എല്ലാവരും നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. എല്ലാം നേരെയാവാൻ പോകുകയാണ്. ഇവിടെ 88 പോർട്ടലിൽ നിങ്ങൾക്ക് എന്തോ ഒരു സൂചന ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത് സൂചനയായാലും എന്ത് സന്ദേശമായാലും നിങ്ങൾക്ക് 88 പോർട്ടലിൽ എന്ത് കാര്യമാണോ കിട്ടുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സൂചന ലഭിച്ചത് അവിടെ നിങ്ങളുടെ ആ ഒരു വിചാരവും കൂടെ വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം എവിടെയെങ്കിലും പാകപ്പിഴയുണ്ടോ, ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകാമോ എന്നൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പഠിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം തന്നു. അപ്പോൾ നിങ്ങൾ ആ പരിഹാരവുമായിട്ട് മുന്നോട്ട് പോകാതെ നിങ്ങളുടേതായ രീതിയിലും കൂടെ ഒന്ന് ചിന്തിക്കണം അവിടെ. ഇവിടെ ക്ലിയർ കട്ടായിട്ട് പറയുന്നത്, ഒരു വ്യക്തി അവരുടേതായ രീതിയിൽ ഒരു അഭിപ്രായം നിങ്ങളോട് പറയും. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഒരു അഭിപ്രായം അവിടെ വയ്ക്കണം. എന്നിട്ട് ഏതാണ് ശരി എന്ന് നോക്കിയിട്ട് തീരുമാനം എടുക്കണം. ഇവിടെ ഒരു പ്രശ്നങ്ങളും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുവാൻ ആണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീഡിയോസ് നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കും കൂടുതലായിട്ടും കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദേവിയോ അല്ലെങ്കിൽ ദേവനോ ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. കൂടെ ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുന്നതായിട്ട്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നേരെയാവുന്നതാണ്, എന്നിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കരുത്. എന്തോ നല്ലൊരു ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത് മെസ്സേജിനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഈവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു 88 പോർട്ടലിൽ നിങ്ങളുടെ ആ ഉള്ളിലുള്ള കഴിവ് എന്താണോ അത് ഭയങ്കരമായിട്ട് പുറത്ത് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ ആ ഒരു ഫേസ് റീഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനൊരു ടാലൻ്റ് ഉണ്ട്, ഫേസ് റീഡിങ് ചെയ്യാൻ പറ്റിയ ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ ടാലൻ്റ് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളിലെ ആ പ്രതിഭ എന്താണെന്ന് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് റീഡിങ് നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ മാത്രമല്ല, സ്വന്തം കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ മുഖം ഫേസ് റീഡിങ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആർക്കും അപ്പോൾ ഇങ്ങനൊരു കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു എനർജി റിലാക്സ് ആവുന്ന എനർജിയാണ്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു എനർജി ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ വളരെ മോശമായാലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടെൻഷൻ്റെ ഭാവം ഉണ്ടാവത്തില്ല ഇനി അങ്ങോട്ട്. അതായത് മുന്നത്തെ പോലെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ റിമോട്ടാക്കി മാറ്റുക, എപ്പോൾ വേണോ നിങ്ങളെ ചലിപ്പിക്കുന്ന പാവയാക്കി മാറ്റുക, അവരുടെ കയ്യിൽ റിമോട്ടാക്കി, അങ്ങനെ ഉണ്ടാവത്തില്ല. ഇനി സ്ഥിതികൾ വേറെ രീതിയിലാണ് മാറാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലെ റിമോട്ട് നിങ്ങൾ തന്നെ കയ്യിൽ വയ്ക്കും, അല്ലാതെ വേറൊരാൾക്കും കൊടുക്കത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ അധികാരം കേവലം ദൈവത്തിന് മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആർക്കും ആയിരിക്കത്തില്ല.
നമ്മുടെ ലൈഫിലെ ചില സ്ഥിതികൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ എന്തിനാ ദൈവം ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് തന്നത്, എന്തിനാ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മളെ ചിലപ്പോൾ കുറച്ചും കൂടെ ശക്തരാക്കാൻ വേണ്ടിയായിരിക്കും ദൈവം ഇങ്ങനെയുള്ള സ്ഥിതികളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 88 പോർട്ടലിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മഹാപരിവർത്തനം ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മഹാപരിവർത്തനം നിങ്ങളുടെ എന്തോ നല്ല കർമ്മത്തിൻ്റെ ഒരു റിവാർഡായിട്ട് നിങ്ങൾ കരുതിക്കോളൂ. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു ഭ്രമത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ചില കാര്യങ്ങളിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 88 പോർട്ടലിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി ലഭിക്കുകയും നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഭ്രമത്തിൻ്റെ ആ ഒരു സ്ഥിതിയായിരിക്കാം. ആ ഒരു ഭ്രമത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അതേപോലെ ഗോ വിത്ത് ഫ്ലോയിൽ നിങ്ങൾ പോവുക. സമയാസമയത്തിന് ദൈവം നിങ്ങളുടെ ലൈഫിൽ ഓരോ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതാണ്. 88 പോർട്ടൽ കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് 99 പോർട്ടലാണ്. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ബിലീവ് ചെയ്യുക, എൻ്റെ ലൈഫിൽ ഇതിലും നല്ലതായിട്ട് കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. അങ്ങനെ ബിലീവ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ദൈവം തരുന്ന മാർഗത്തിൽ കൂടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുക. ഇങ്ങനെ വിചാരിക്കുക, ഈ ഒരു നെഗറ്റിവിറ്റി എന്നേക്കുമായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോകാൻ പോവുകയാണ്, അവസാനിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിച്ച് അഫർമേഷൻസ് പറയുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്, സന്തോഷം വരാൻ പോവുകയാണ്. അതിന് തയ്യാറായിരിക്കുക നിങ്ങൾ. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും തന്നെ മാറ്റാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുമ്പോൾ നമ്മുടെ ടൈമാണ് വേസ്റ്റായി പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇതിൽ മാറ്റം വരത്തില്ല, പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വഴിക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. ഇവിടെ ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാനായിരിക്കാം 88 പോർട്ടൽ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കണം. നിങ്ങൾക്കറിയാം അതിലൊരു മാറ്റവും ഞാൻ ശ്രമിച്ചാൽ വരത്തില്ല എന്ന്. വീണ്ടും എന്നിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് മോശമാകുന്നതും. അപ്പോൾ ദൈവം പറയുന്നത് ചിലപ്പോൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക നിങ്ങൾ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ആരോ നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പല കളികളും ചെയ്യുന്നു, നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ശരിയായ ടൈമാണ് ഈ ഒരു 88 പോർട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചാപ്റ്റർ അവസാനിച്ച് പുതിയൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഫിയറാണോ ഉള്ളത് അതിനെ സൈഡിൽ വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവാനാണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫെയ്ത്ത് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് എൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊരു ഫെയ്ത്ത് നിങ്ങൾക്കുണ്ടാവും. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം ചെയ്തത് അവർക്ക് നല്ല രീതിയിൽ കർമ്മ റിട്ടേൺ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ ആരാണോ ഹെൽപ്ലെസ് ആക്കാൻ നോക്കിയത് അവരുടെ ലൈഫിൽ സ്വയം എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ എലോണായി മാറുന്നതായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു സമയം കഴിയുമ്പോൾ ഉറപ്പായിട്ടും പശ്ചാത്തപിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം ചെയ്യുന്നവർക്ക് എപ്പോഴായാലും അവർ ചെയ്യുന്ന ആ ഒരു തെറ്റിൻ്റെ ബലം കിട്ടുമ്പോൾ ഓരോന്നായിട്ട് ഓർമ്മ വരും. അവരെന്തൊക്കെ തെറ്റാണ് ആരോടൊക്കെ ചെയ്തു അതിൻ്റെ ബലമായിട്ടാണ് അവർക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓരോ പ്രാവശ്യവും ഓർമ്മിപ്പിക്കും ദൈവം. അങ്ങനെയാണ് അവരുടെ ആ ഒരു തെറ്റിൻ്റെ ബലം അവർ അനുഭവിക്കുന്നത്. അതേപോലെ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ഓരോ പ്രാവശ്യവും ഓർമ്മ വരും നിങ്ങളുടെ ആ ഒരു വേദന എന്തായിരുന്നു എന്ന്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, മറ്റൊരാളോട് എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിൻ്റെ ബോധം അവർക്കുണ്ടാവത്തില്ല. അവർ വിചാരിക്കുന്ന ദൈവം ഇതൊന്നും കാണുന്നില്ല, വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അവർക്ക് തോന്നുന്നത് അവർ ശരിയാണ്, അതുകൊണ്ടാണ് ദൈവം എനിക്ക് ശിക്ഷ തരാത്തത് എന്നാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ ദൈവം ക്ഷമിച്ച് അങ്ങ് അറ്റം വരെ ക്ഷമിക്കും. ഒരു ലിമിറ്റ് ക്രോസ് ആകുമ്പോൾ ഇവർ ചെയ്ത എല്ലാ തെറ്റിനും കൂടെ ചേർത്ത് വലിയൊരു ശിക്ഷയായിരിക്കും ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ശുദ്ധരായിട്ടുള്ള ആൾക്കാരോട്, അതായത് പവിത്രവും ശുദ്ധവുമായിട്ടുള്ള ആൾക്കാരോട് എന്തെങ്കിലും അധർമ്മം ആരെങ്കിലും ചെയ്താൽ ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല അവരോട്, ഈ അധർമ്മം ചെയ്യുന്നവരോട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ന്യായം ഉറപ്പായിട്ടും ഉണ്ടാകും. വളരെ വലിയൊരു ന്യായമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ ഇനിയും ആൾക്കാരെ സങ്കടപ്പെടുത്താമെന്നാണ്. പക്ഷേ ഇവരുടെ നേരെ ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു കാർമേഘം വരുന്നത് ഇവർ അറിയുന്നില്ല.
നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു പദ്ധതികളെല്ലാം വളരെ ഡെഡിക്കേറ്റഡായിട്ട് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഓരോ പദ്ധതികളും പ്രാവർത്തികമാക്കുന്നത്. അതായത് ഓരോ കാൽവെപ്പും വളരെയധികം ശ്രദ്ധയോടെയാണ് നിങ്ങൾ വയ്ക്കുന്നത്. ഇങ്ങനെ ആയിട്ട് പോലും നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെസ്സിലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ പെടലായിട്ട് കാണുന്നു. അതായത് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഈ ലോകത്ത് ഈശോ എന്നല്ല വേറെ ആരുമില്ല എനിക്ക്, അങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്സ് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ കൂടെ ആരുമില്ല എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അയക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എത്തി എന്ന് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങളുടെ എന്ത് പ്ലാനിങ് ആണോ അത് തെറ്റായി പോവത്തില്ല. ഇനി ന്യായത്തിൻ്റെ കാര്യം പറയാം. ഇവിടെ നിങ്ങളുടെ കൊണ്ട് നിങ്ങൾ വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എൻ്റെ കൂടെ ന്യായം പ്രവർത്തിക്കൂ, എനിക്ക് ഈ ഒരു സ്ഥിതിയിൽ ഒട്ടും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിനോട്. ഈ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഗിൽറ്റിലും വരുന്നു. അതായത് നിങ്ങൾ ക്ഷമിക്കുന്നു, അതായത് ഒരു ന്യായവും വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനൊരു ഊർജ്ജമാണ് നിങ്ങളുടേത്. അതായത് നിങ്ങളോട് ആര് തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കും. പക്ഷെ മറ്റുള്ള ആൾക്ക് കർമ്മ റിട്ടേൺ വരുമ്പോൾ അത് കാണാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുന്നത് അവരോട്. ഇവിടെ നമ്മളോട് മോശം ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഒരു വ്യക്തി അവരുടെ കർമ്മ മോശമാക്കുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. ആ ഒരു പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും നേരെയാക്കാൻ സാധിക്കത്തില്ല. അവരെന്ത് മോശം പ്രവൃത്തിയാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു കർമ്മഫലം ഉറപ്പായിട്ടും ഒരു ദിവസം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അവരോട് ക്ഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ആരാണോ നിങ്ങളോട് വളരെ മോശം ചെയ്തത് അവരുടെ ആ ഒരു സ്ഥിതി 88 പോർട്ടലിന് ശേഷം നിങ്ങൾ നോക്കൂ, അവരുടെ സ്ഥിതി എന്ത് മോശമാകുന്നു എന്ന്. അതായത് നിങ്ങളുടെ കൂടെ ആ വ്യക്തി എന്ത് മോശമാണോ ചെയ്തത് അതേപോലെ ഓരോ കാര്യവും അവരുടെ കൂടെ മോശമായിട്ട് സംഭവിക്കും. ഇവിടെ കേവലം ആ ഒരു ആധാരത്തിലായിരിക്കത്തില്ല, അതിനെക്കാട്ടി അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ ഒരു കർമ്മ റിട്ടേൺ കിട്ടുമ്പോൾ ഇവർ ഒരിക്കലും പിന്നെ മറക്കത്തില്ല നിങ്ങളോട് ഇവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. ഇവിടെ നിങ്ങളെ ഒറ്റപ്പെടുത്തി, എല്ലാവരോടും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തി, എന്നിട്ട് ഇവർ സന്തോഷിച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചു, നിങ്ങളെ ഇനി ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കരഞ്ഞപ്പോൾ ഇവർ സന്തോഷിച്ചു, ചിരിച്ചു. ഈ ഒരു കാര്യം ഇവർ ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം പക്ഷാഭേദം ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും അവരുടെ കർമ്മ റിട്ടേൺ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ന്യായം നിങ്ങളുടെ കൂടെ സംഭവിച്ച് കഴിഞ്ഞു, അതായത് സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കരിയർ റിഗാർഡിങ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെ ഷാർപ്പായിട്ട് ഇനി മുന്നോട്ട് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വർക്കഹോളിക് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുമിച്ച് 1, 2, 3 ജോലി നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ 3 ജോലി ആയാലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമത നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം നിങ്ങളുടെ ബുദ്ധി അത്രയ്ക്ക് ഷാർപ്പായിരിക്കും. അത് ഇത്രയും സന്തുലിതമായിട്ടുള്ള ഭാവം നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളിൽ കാണാൻ ഉണ്ടാവത്തില്ല. പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, ദൈവമേ എനിക്ക് എങ്ങനെ ഈ 3 ജോലിയും കറക്റ്റായി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നു, ഇതിന് മുമ്പേയൊന്നും എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ 88 പോർട്ടലിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ വിട്ട് പോകും, എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്ഫർമേഷൻ വളരെ വലുതായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒന്ന് അവസാനിക്കുക ഒന്ന് ആരംഭിക്കുക നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ആക്കുകയാണ് ദൈവം ചെയ്യുന്നത്, സേഫ് ആക്കുകയാണ് ചെയ്യുന്നത് ദൈവം. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത് കാര്യമാണോ നിങ്ങളെ വിട്ട് പോകുന്നത് അതിനെ ഫോർഗീവ് ചെയ്യുക നിങ്ങൾ. ഇവിടെ ഈ ഒരു ലൈഫ് ഒരു പുതിയ വഴിയിൽ കൂടെ പോകാൻ വേണ്ടിയുള്ള ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 0 നിങ്ങൾക്ക് കാണും, 01 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒട്ടും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക നിങ്ങളെപ്പോഴും. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. ഇന്ന് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സമയത്തിൽ വിശ്വസിക്കുക. ഇന്ന് അവരുടെ സമയമായതുകൊണ്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചു, നാളെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫേവർ ആവാം. അപ്പോൾ അവർക്ക് ചെയ്തതിൻ്റെ ഫലം ലഭിക്കും.
ഇത് ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു സമയമാണ്. നിങ്ങൾ അനുഭവിച്ച് ഫ്രീ ആയി. ഇനി അനുഭവിക്കാനുള്ളത് അവരുടെ ഊഴമാണ്. ഈ ഒരു സമയമെന്ന് പറയുന്നത് കർത്തവ്യവും സ്വാർത്ഥതയും ഇത് രണ്ടും കൂടെ ചേർന്ന സമയമാണ്. അപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ കർത്തവ്യം ചൂസ് ചെയ്യും, ഒരു വ്യക്തി ചിലപ്പോൾ സ്വാർത്ഥത ചൂസ് ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തത് കർത്തവ്യമാണ്. അപ്പോൾ ദൈവം വീണ്ടും അവസരം കൊടുത്തു. കർത്തവ്യമാണോ സ്വാർത്ഥതയാണോ എന്ന്. അപ്പോൾ വീണ്ടും ഈ ആൾക്കാർ സ്വാർത്ഥതയ്ക്കാണ് കൊടുത്തത് സ്ഥാനം, കർത്തവ്യത്തിന് കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ അപ്പോഴും കർത്തവ്യത്തിനാണ് സ്ഥാനം കൊടുത്തത്. ദൈവം ഇത് നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്തത്, എന്താണോ ചൂസ് ചെയ്തത് എല്ലാം ദൈവത്തിൻ്റെ മുന്നിലുണ്ട്. ഇവിടെ ദൈവം വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നത് ഇനിയെങ്കിലും അവരുടെ ആ ഒരു തെറ്റ് തിരുത്തി നേരായ വഴി വരാനാണ്. പക്ഷെ അവർ വീണ്ടും വീണ്ടും തെറ്റാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അവർക്ക് ഒരു അവസരം ദൈവം കൊടുക്കത്തില്ല. അവരുടെ ആ ഒരു തെറ്റിനൊരു ശിക്ഷയായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഈശോ ഇനി. അതുകൊണ്ട് നിങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ കർമ്മം ദൈവം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ലൊരു ലൈഫ് ദൈവം ഉറപ്പായിട്ടും തരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ വർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ആ ഒരു കർമ്മം അനുസരിച്ച് നിങ്ങളത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.